മൂന്നാം മോദി ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് 2024 ജൂൺ മാസത്തിലാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. ആ ബജറ്റിന് മുന്നോടിയായും കേരള സംസ്ഥാന സർക്കാർ ഒരു പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു. ആ പാക്കേജിലും പറഞ്ഞിരുന്ന കാര്യങ്ങൾ മിക്കവാറും തന്നെ വരാൻ പോകുന്ന ബജറ്റിലും എനിക്ക് തോന്നുന്നു അതേ പാക്കേജിന്റെ തന്നെ ഒരു പ്രത്യേക പതിപ്പെടുത്ത് കൊടുക്കുകയാണോ എന്ന് സംശയമുണ്ട്. കാരണം അന്ന് പറഞ്ഞിരുന്ന ആവശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴത്തെ പാക്കേജിലും ഗവൺമെന്റ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 24,000 കോടിയുടെ ഒരു പ്രത്യേക പാക്കേജ് കേരളത്തിന് വേണമെന്നാണ് ഈ 25-26 ബജറ്റ് നിർമ്മല സീതാരാമൻ ധനമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്നത്. ഫെബ്രുവരി 1-ാം തീയതിയാണല്ലോ. അപ്പൊ ആ ബജറ്റില് ഈ 24,000 കോടിയുടെ ഒരു പാക്കേജ് നമ്മുടെ ധനമന്ത്രി ശ്രീ ബാലഗോപാൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഒന്നാമത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പാക്കേജിനോടൊപ്പം അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കടമെടുക്കൽ പരിധി 3% നിന്ന് 3.5% ഉയർത്തണം. അപ്പോൾ ഈ 3.5% ഉയർത്തണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം, അതിലെ ഔചിത്യമില്ലായ്മ ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ധനമന്ത്രിയാണ്, കേരളമാണ് എന്ന് പറഞ്ഞ് 3.5% കടം എടുക്കാൻ ആവശ്യപ്പെടാൻ ഒരു കാര്യവുമില്ല. കാരണം എപ്പോഴാണ് കടത്തിന് പരിധി നിശ്ചയിച്ചത് കേന്ദ്ര ഗവൺമെന്റ്? അതായത് 5ാം ശമ്പള കമ്മീഷൻ 1997-98 വന്ന 5ാം കേന്ദ്ര ശമ്പള പരിഷ്കരണം, അത് 40% മുതൽ 60% വരെ വർധനവ് ശമ്പളത്തില് വരുത്തുന്ന തരത്തിലുള്ള ശമ്പള പരിഷ്കരണമായിരുന്നു. ആ ശമ്പള പരിഷ്കരണം കേന്ദ്രം കൊണ്ടുവന്ന, അതായത് അഭൂതപൂർവമായ ശമ്പള വർധനവായിരുന്നു ആ 5ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിർദ്ദേശിച്ചതും നടപ്പാക്കിയതും. അത് നടപ്പാക്കിയതോടുകൂടി സംസ്ഥാനങ്ങളിലൊക്കെ എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടു, ഞങ്ങൾക്കൊക്കെ ആ കേന്ദ്ര ശമ്പള പരിഷ്കരണം അതേപടി ഇവിടെയും നടപ്പാക്കണമെന്ന്. അതുപോലെ അതായത് 40% മുതൽ 60% വരെ വർധനവ് വരുന്ന, ഒരുപക്ഷെ അത് അഭൂതപൂർവമായിരിക്കും, അതിനുശേഷവും അത്ര വലിയ വർധന ശമ്പളത്തിൽ വരുത്തുന്ന പരിഷ്കരണങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള പരിഷ്കരണം തന്നെ സംസ്ഥാനങ്ങളിലും വേണം എന്ന് പറഞ്ഞ് ഓരോ സംസ്ഥാനത്തെയും സർക്കാർ ജീവനക്കാർ മുറവിളി കൂട്ടി. അന്ന് വളരെ താഴ്ന്ന ശമ്പളത്തിൽ നിന്നിരുന്നത് കൊണ്ട് തന്നെ അത് ന്യായം എന്ന് കണ്ട് സംസ്ഥാനങ്ങൾ അതിനനുസരിച്ച് പരിഷ്കരണം നടത്തി. കേരളത്തിലും ആ ശമ്പള പരിഷ്കരണം നടത്തി. അപ്പോൾ കേരളം കടക്കണിയിലേക്കോ അല്ലെങ്കിൽ ധനപ്രതിസന്ധിയിലേക്കോ പോകുമെന്ന് പറഞ്ഞ് ശ്രീ AK ആന്റണി വൈമനസ്യം കാണിച്ചു. ഈ 40% മുതൽ 60% വരെ വർധനവ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് വൈമനസ്യം കാണിച്ചു. അങ്ങനെ വൈമനസ്യം കാണിച്ചതിന്റെ, അതായത് കുറച്ചും കൂടി കുറഞ്ഞ ലെവലിൽ നടപ്പാക്കാമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതിന്റെ പ്രതികരണം എന്ന രീതിയിലാണ് സർക്കാർ ജീവനക്കാരും എയ്ഡഡ് സെക്ടർ ജീവനക്കാരും 36 ദിവസം നീണ്ട സമരം നടത്തി. അവസാനം ഗവൺമെന്റ് മുട്ടുമടക്കി മറ്റ് സംസ്ഥാനങ്ങൾ നടപ്പാക്കിയതുപോലെ കേരളത്തിലും 40% മുതൽ 60% വരെയുള്ള വർധനവ് നടപ്പാക്കി. അങ്ങനെ നടപ്പാക്കിയിട്ട് എന്ത് സംഭവിച്ചു? എല്ലാ സംസ്ഥാനങ്ങളും നമുക്കറിയാം 97-98 1991 കാലഘട്ടത്തിൽ ഇന്ത്യ തന്നെ കടക്കണിയിലേക്ക് പോകാൻ തുടങ്ങുകയും അന്താരാഷ്ട്ര ഏജൻസികൾ, IMF പോലെയുള്ള ഏജൻസികൾ വായ്പ തരില്ല എന്ന് കടുംപിടുത്തം പിടിച്ചതുകൊണ്ട് ഇന്ത്യ കമ്മട്ടത്തിലെ സ്വർണം എടുത്തു കൊണ്ടുപോയി സ്വിസ് ബാങ്കിലും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും ഒക്കെ പണയം വെച്ച് കടമെടുക്കേണ്ടി വന്നു. ആ ദുർഗതി, കടക്കണിയിലേക്ക് പോകാൻ സമയമായതുകൊണ്ടാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഒന്നും വായ്പ തരില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ദുർഗതി 90-91 ഉണ്ടായി. ആ ദുർഗതി തരണം ചെയ്യാൻ വേണ്ടിയാണ് IMF ഒക്കെ നിർദ്ദേശിച്ചതുപോലെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ LPG ഇന്ത്യ അംഗീകരിച്ച് നടപ്പാക്കിയത്. ഇനി അതുപോലെ ഒരു കടക്കണിയിലേക്ക് എല്ലാ സംസ്ഥാനങ്ങളും ധനപ്രതിസന്ധിയിലായി കഴിഞ്ഞാൽ നാച്ചുറലി കേന്ദ്രം ഇതൊരു ഫെഡറൽ സംവിധാനമായത് കാരണം കേന്ദ്രവും ധനപ്രതിസന്ധിയിലെത്തും. അപ്പോൾ ഇന്ത്യ ആകെപ്പാടെ ശ്രീലങ്ക പോയതുപോലെ കടക്കണിയിലേക്ക് പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് 2002 കൊണ്ടുവന്നത്. അത് 2003 നടപ്പാകുന്നു. പാർലമെന്റ് വഴി കൊണ്ടുവന്ന നിയമമാണ് നടപ്പാകുന്നത്. എന്താണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട്?
നിർദ്ദേശിക്കുന്നത്. അതായത് അത് മാൻഡേറ്റ് ചെയ്യുന്നത്, നിർദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പോരാ. അതായത് ഒരു വർഷം ഒരു സംസ്ഥാനവും കേന്ദ്രവും എടുക്കുന്ന കടം കേന്ദ്രമാണെങ്കിൽ GDP-യുടെ 3% നിജപ്പെടുത്തണം, സംസ്ഥാനമാണെങ്കിൽ GSDP-യുടെ 3% നിജപ്പെടുത്തണം. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് അഥവാ സഞ്ചിത കടം, അതായത് കൂട്ടിച്ചേർക്കപ്പെടുന്ന ഓരോ വർഷവും കൂട്ടിച്ചേർക്കപ്പെട്ട് വരുന്ന കടം, അതാണ് സഞ്ചിത കടം എന്ന്. അതായത് സംസ്ഥാന രൂപീകരണ കാലം മുതൽ തുടങ്ങിയ കടമെടുപ്പ്, അതിന്റെ മുതലോ പലിശയോ ഒക്കെ കുറെയൊക്കെ കൊടുത്തു തീർക്കും, കുറെയൊക്കെ കൊടുത്തു തീർക്കും. അത് ഇങ്ങനെ കൂടി കൂടി വരും. അങ്ങനെ കൂടി കൂടി വരുന്ന ആ കടം GDP-യുടെ 29% നിർത്തണം കേന്ദ്രം. സംസ്ഥാനങ്ങളാണെങ്കിൽ GSDP-യുടെ 29% നിർത്തണം. നമ്മുടെ ആ ബജറ്റ് ഇൻ ബ്രീഫ് എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് ഒന്ന് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് കയ്യിലുണ്ടെങ്കിൽ അതോ ഒന്ന് എടുത്ത് നോക്കിയാൽ അറിയാം. അതായത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ, ഈ കഴിഞ്ഞ 2020-21 മുതലുള്ളത് മാത്രം എടുക്കുക, എല്ലാ പ്രാവശ്യവും 29% നിർത്തണം എന്ന് പറഞ്ഞത് എത്ര ശതമാനം വരെ എടുത്തിരിക്കുന്നത്? 34, 35, 38 ഈ തരത്തിലാണ്. ഈ ഇത്രയും നിഷ്കർഷകളൊക്കെ കൊണ്ടുവന്നിട്ടും 2024-25 ബജറ്റിൽ പോലും അത് 34.05 ആണ്. എന്ന് വെച്ചാൽ 34.1 എന്ന് നമുക്ക് പറയാം. അത്രയുമാണ് എടുത്തത്. അപ്പൊ 29% നിർത്തേണ്ടതാ ആണ് ഈ 35-ന് മുകളിലേക്ക് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ 35-ന്റെ ചുറ്റുവട്ടത്തിൽ കിടന്ന് കറങ്ങുന്നത്. അത്രയ്ക്കും ഈ മാൻഡേറ്ററി ആയിട്ടുള്ള നിയമത്തെ ലംഘിക്കാനുള്ള ചങ്കൂറ്റം കാണിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അത് അത്ര നല്ലതല്ല. പിന്നെ രണ്ടാമത് നോക്കുക, എന്തായിരുന്നു കോടതി പോയപ്പോഴൊക്കെ പറഞ്ഞത്? അത് എന്തായിരുന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് ഇവിടെ കിഫ്ബി വഴി ഡോക്ടർ ഐസക് പറഞ്ഞത് 50,000 കോടി കടമെടുക്കും. 50,000 കോടി കടമെടുത്ത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറായ വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിലും, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറായ റോഡ്, ജലസേചനം, പാലം തുടങ്ങിയ എല്ലാ മേഖലകളിലും ആയിട്ട് കിഫ്ബി വഴിയായിട്ട് ചെലവഴിക്കും. കിഫ്ബി ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആണ്, അത് ബജറ്റിനകത്തല്ല പുറത്താണ് എന്നാണ് ഡോക്ടർ തോമസ് ഐസക് മന്ത്രിയായിരിക്കും 2016 ഈ കിഫ്ബി ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കേന്ദ്ര ഗവൺമെന്റും പറഞ്ഞു അത് ബജറ്റിൽ നിന്ന് തന്നെ ആകണം. കാരണം എന്താണ്? അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതിന്റെ തിരിച്ചടവും ഒക്കെ ബജറ്റ് വഴിയാണ്. അങ്ങനെ ആയതുകൊണ്ട് അത് തന്നെയല്ല, എന്തുകൊണ്ടാണ് കിഫ്ബി പ്രവർത്തനക്ഷമമാകുന്നത്? കിഫ്ബിയുടെ ബോണ്ടുകളിലേക്ക് അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളോ മറ്റു രാജ്യങ്ങളോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യക്കാർ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം അതൊരു സോവറിൻ ഡെറ്റ് ആണ്. എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ഡെറ്റാണ്. ഗവൺമെന്റിന്റെ ഡെറ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് തന്നെ കൊടുക്കും. പിന്നെ കിഫ്ബി കൊടുക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്ത് കൊടുക്കും. ഇത് സംസ്ഥാന ഗവൺമെന്റിനും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ആ കടം ബെയിൽ ഔട്ട് ചെയ്യും. അങ്ങനെയുള്ള ആ ശുഭപ്രതീക്ഷ കൊണ്ടാണ്, സോവറിനാണ് ആ വായ്പ. അതുകൊണ്ടാണ് അതിനകത്തേക്ക് നിക്ഷേപം ഇടാൻ ജനങ്ങളോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ തയ്യാറാകുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ടും ഈ മഹാരഥന്മാര് അംഗീകരിച്ചു തരില്ല. അത് കിഫ്ബി പുതിയ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ്, അതിന് ബജറ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തു തരാം ബജറ്റുമായിട്ടുള്ള ബന്ധം. അതായത് ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഡോക്ടർ തോമസ് ഐസക് 1% സെസ് ഇന്ധനത്തിൽ ഏർപ്പെടുത്തി. ഇന്ധനത്തിൽ ഏർപ്പെടുത്തി എന്ന് പറയുമ്പോൾ കേരളം ഇന്ധനത്തിന്റെ ഒരു രാജ്യമെന്ന് ഓർക്കണം. ഇന്ധനത്തിന്റെ ഒരു രാജ്യം എന്ന് പറയാൻ കാരണം എന്താണ്? പിന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വെഹിക്കിൾ ഡെൻസിറ്റി ഉള്ള 3ാമത്തെ സംസ്ഥാനമാണ് കേരളം. ആ വെഹിക്കിൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ധാരാളം വെഹിക്കിൾസ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. എന്ന് വെച്ചാൽ ഇന്ധനത്തിനും അതുപോലെ ചെലവുണ്ടെന്നർത്ഥം. അപ്പൊ ഈ ഇന്ധനത്തിൽ നിന്ന് എടുക്കുന്ന 1%, ഓരോ ലിറ്റർ ഇന്ധനത്തിലും 1% സെസ് ഏർപ്പെടുത്തി. ആ സെസ് നേരെ പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കാണ്. അപ്പൊ ഈ സെസ് ഏർപ്പെടുത്തുന്നത് ബജറ്റ് വഴിയാണ്. ആ സെസ് ഏർപ്പെടുത്തിയ ആ സെസ് എവിടേക്കാ വരേണ്ടത്? ബജറ്റിലേക്ക്, ഖജനാവിലേക്ക്. പക്ഷെ ഇത് എവിടേക്കാ പോകുന്നത്? കിഫ്ബിയുടെ അക്കൗണ്ടിലേക്ക്.
എന്നിട്ട് ഇത് ബജറ്റിന് പുറത്താണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കണമെങ്കിൽ എന്തോ ഒരു വിരുദാണ് അല്ലേ, ഭൗതിക വിരുദ്. നമ്മളൊക്കെ വിഡ്ഢികളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അതങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കരുത് നമ്മൾ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇനി കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ടും ഇതും അതേ കടമെടുക്കുന്നത് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനാണ് എന്നും പറഞ്ഞാണ് എടുക്കുന്നത്. അതിൻ്റെയും ഇൻട്രസ്റ്റും തിരിച്ചടവും ഒക്കെ ബജറ്റ് വഴി തന്നെ. അതിനാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ബജറ്റിൽ നമ്മുടെ ബാലഗോപാൽ സാറ് എന്താ ചെയ്തത്, സോഷ്യൽ സെക്യൂരിറ്റി സെസ് എന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ സെസ് എന്നും പറഞ്ഞ് ഒരു സെസ് ഏർപ്പെടുത്തി. ആ സെസ് 2 രൂപ സെസ് ഏർപ്പെടുത്തി. അതും പോകുന്നത് ആ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന്റെ പലിശയോ മുതലോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയാ. എന്നിട്ട് പോലും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഈ പ്രാവശ്യമൊക്കെ നമുക്കറിയാം 5-6 തവണ കുടിശ്ശികയാകുന്ന അവസ്ഥയായിരുന്നു. എന്ന് വെച്ചാൽ അവർ ഫണ്ട് CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ പറയുന്നത് പോലെ ഏത് പർപ്പസിന് വേണ്ടി സമാഹരിക്കുന്ന ഫണ്ടാണെങ്കിലും വകമാറ്റി ചെലവഴിക്കാൻ ഒരു ഉളുപ്പുമില്ലാത്ത ഗവൺമെന്റായി മാറിയിട്ടുണ്ട് കേരള ഗവൺമെന്റ്. അതുകൊണ്ടാണ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കാൻ എടുക്കുന്ന ഫണ്ട് പോലും വകമാറ്റി ചെലവഴിക്കുന്നു. അവസാനം സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കുടിശ്ശികയായിട്ട് കിടക്കുന്നു. അപ്പൊ ഇതുപോലെയാണ് സംസ്ഥാന ഗവൺമെന്റ് ഓരോ തരത്തില്. എന്നിട്ട് അങ്ങനെ ഈ 3% കടമെടുക്കാൻ മാൻഡേറ്റ് ചെയ്യുന്ന FRBM നിയമത്തെ ഓവർടേക്ക് ചെയ്താണ് ഇതുപോലെ കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും ഒക്കെ കടമെടുക്കുന്നത്. അങ്ങനെ എടുത്ത കടമാണ് സംസ്ഥാനത്തിന്റെ 3% കടത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് ചില നിർദ്ദേശങ്ങളും റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നത് കഴിഞ്ഞ വർഷം. ഇതൊക്കെ ഗവൺമെന്റിനെ അലോസരപ്പെടുത്തി. അങ്ങനെ കോടതിയിൽ പോയി. പക്ഷെ കോടതിയും അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചത്. കാരണം ഇത്തരം കാര്യങ്ങളിൽ കർക്കശമായി നിലപാടുകൾ എടുത്ത് കേന്ദ്രത്തെ കൊണ്ട് ചെയ്യിക്കാൻ കോടതിക്കും പറ്റില്ല. കോടതി നോക്കുമ്പോൾ ഇതൊക്കെ എല്ലാ സംസ്ഥാനങ്ങളും സമ്മതിച്ച് അതുപോലെ മുമ്പോട്ട് പോകുമ്പോൾ കേരളത്തിന് മാത്രം എന്താ പ്രത്യേകത? കേരളത്തിന് മാത്രം പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഞാൻ പറയാൻ വിട്ടുപോയി. എല്ലാ സംസ്ഥാനങ്ങളും ആ ശമ്പള പരിഷ്കരണത്തിന് ശേഷം ഒരു ധനപ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി 10 വർഷ ശമ്പള പരിഷ്കരണത്തിലേക്ക് പോയി. കേരളം എന്ത് ചെയ്തു? കേരളം ഇവിടുത്തെ തൊഴിലാളി യൂണിയനുകൾ LDFന്റെ ആണെങ്കിലും UDFന്റെ ആണെങ്കിലും, അതായത് ഏത് ഭരണപക്ഷത്തിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ, ആരും ആയിക്കൊള്ളട്ടെ ഭരണപക്ഷത്ത്, ആരും ആയിക്കൊള്ളട്ടെ പ്രതിപക്ഷത്ത്, അവരുടെയൊക്കെ യൂണിയനുകൾ ഒറ്റ കെട്ടാണ് ശമ്പള പരിഷ്കരണം എല്ലാ 5 വർഷവും വേണമെന്നുള്ളതിന്. അതിന് അനുസരിച്ച് UDF ആണെങ്കിൽ LDF ആണെങ്കിൽ അവരുടെ കൂടെ തന്നെയാണ്. കാരണം എന്താണ്? അവർക്ക് ആർക്കും ഇവിടുത്തെ ജനങ്ങൾക്ക് കഞ്ഞികുടി മുട്ടുന്നുണ്ടോ, മെഡിക്കൽ കോളേജുകളിലെ ചികിത്സാ സൗകര്യങ്ങളുണ്ടോ, മെയിൻ്റനൻസ് ഓപ്പറേഷൻസ് നടത്തുന്നുണ്ടോ, സ്കൂളുകൾക്ക് മെയിൻ്റനൻസ് കൊടുക്കുന്നുണ്ടോ, സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി കൊടുക്കുന്നുണ്ടോ, അത് അങ്ങനെ തന്നെ അംഗനവാടികൾ നന്നായി പോകുന്നുണ്ടോ, പോഷകാഹാരം തന്നെ അംഗനവാടികളിൽ കിട്ടുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊന്നും അല്ല പ്രധാനം. അടുത്ത ഭരണം എങ്ങനെ പിടിക്കാം എന്നുള്ളതാണ്. ഒരിക്കൽ ഭരണത്തിൽ കയറിക്കഴിഞ്ഞാൽ അടുത്ത ഭരണം എങ്ങനെ പിടിക്കാം, അതിനുള്ള ചുവടുവയ്പ്പുകൾ എന്തൊക്കെയാ സാധ്യത എന്ന് നോക്കിക്കൊണ്ടാണ് LDF ആണെങ്കിലും UDF ആണെങ്കിലും സാധാരണ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ 5 വർഷ ശമ്പള പരിഷ്കരണം ഓർക്കണം. ശമ്പള കമ്മീഷനെ നിയമിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ഓർക്കണം, കോവിഡ് കഴിഞ്ഞ് അങ്ങ് എല്ലാ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകളും ഒക്കെ അടിപതറി ഇരിക്കുന്ന കാലഘട്ടത്തില് അന്ന് ജനങ്ങളോട് പറഞ്ഞ് അവർ സമ്മതിക്കുമായിരുന്നു ശമ്പള പരിഷ്കരണം ഇതെല്ലാം കഴിഞ്ഞിട്ടാകാമെന്ന്. പക്ഷെ സമ്മതിച്ചില്ല. അടുത്ത ഭരണം ഞങ്ങൾക്ക് തന്നെ പിടിക്കണം എന്നുള്ള ഉത്സാഹത്തോടു കൂടി ശമ്പള പരിഷ്കരണത്തെ LDF തന്നെ കമ്മീഷനെ വെച്ചു, ശമ്പള പരിഷ്കരണം നടത്തി. പക്ഷെ ഇപ്പോഴും ആ പരിഷ്കരിച്ച ശമ്പളം കുടിശ്ശിക കൊടുത്തു തീർക്കാൻ ഗവൺമെന്റിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഇനിയിപ്പോൾ റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റില് അടുത്ത ശമ്പള കമ്മീഷനെ വെക്കും. ആ ശമ്പള കമ്മീഷനും ശമ്പളം പുതുക്കും. അതുപോലെ കുടിശ്ശികയൊക്കെ അതായത് അടുത്ത ഭരണം തീരുന്നത് വരെയും കുടിശ്ശിക ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യുന്ന തൊഴിലാളി യൂണിയനുകളെ ഇപ്പൊ കാൾ മാർക്സ് ഇത് കേട്ട് ഇറങ്ങി വരികയാണെങ്കിൽ ചൂരൽ വടി കൊണ്ട് യൂണിയൻ നേതാക്കളെ അടിക്കും. ഇതാണോ ഞാൻ പഠിപ്പിച്ച മാർക്സിയൻ ഫിലോസഫി? ഞാൻ പഠിപ്പിച്ച മാർക്സിയൻ ഫിലോസഫി ലോക തൊഴിലാളികളെ സംഘടിച്ച് ശക്തരാകുവിൻ എന്ന് പറഞ്ഞ് എന്തിനാണ്? ലോക തൊഴിലാളികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇത് എത്ര ലക്ഷമുണ്ട്? 5 ലക്ഷത്തിൽ ചുറ്റുവട്ടത്തിലുള്ള തൊഴിലാളികളെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ 5 ലക്ഷം പേർ മാത്രമാണ് സർക്കാർ എയ്ഡഡ് സെക്ടർ ജീവനക്കാരായിട്ട് പ്രവർത്തിക്കുന്നത്. അവർക്ക് മാത്രമാണ് 1.5 ലക്ഷം
2 ലക്ഷമൊക്കെ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ജീവനക്കാരാണ്. അടുത്ത പടി ശമ്പള പരിഷ്കരണം വരട്ടെ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രഹാസം ഇളക്കി മുന്നോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതിനൊക്കെ മറുപടി പറയാതെ, അതിനൊക്കെ തടയിടാതെ, അവരോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് അവർ മനസ്സിലാക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ ഞാനോ അല്ലെങ്കിൽ ആരെങ്കിലുമോ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഒരു സംസ്ഥാനം ഭരിക്കുന്നത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നത് ഒക്കെ നാട് മുടിക്കാൻ വേണ്ടിയല്ല, നാട് നന്നാക്കാൻ വേണ്ടിയാണ്, നാടിൻ്റെ ക്ഷേമൈശ്വര്യങ്ങൾക്ക് വേണ്ടിയാണ്. ആ കോൺസെപ്റ്റ് അവരുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ ഈ എല്ലാ സംസ്ഥാനങ്ങളും 10 വർഷ ശമ്പള പരിഷ്കരണത്തിലേക്ക് പോയപ്പോഴാണ് 5 വർഷ ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞ് ഇവിടെ മുഷ്ക് കാണിക്കുന്നത്. ഓർക്കുക, അഭിജിത് ബാനർജി, അതായത് 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം വാങ്ങിയ അഭിജിത് ബാനർജി എന്താണ് തൻ്റെ പുസ്തകത്തില് 2019 നൊബേൽ പ്രൈസ് കിട്ടിയതിന് ശേഷം അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ഒരു പുസ്തകം എഴുതി, വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ. ആ വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ എന്ന ആ പുസ്തകം, അതിൽ അദ്ദേഹം എന്താണ് പറയുന്നത്? അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങളെ വികസനത്തിലേക്ക് നയിച്ച കാരണങ്ങളുണ്ട്. അവിടെ എങ്ങനെയാണ് ശമ്പള പരിഷ്കരണം നടത്തുന്നത്? അവിടെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഇൻക്രിമെന്റ്, ആ കാര്യക്ഷമതയ്ക്കാണ് ഇൻക്രിമെന്റ് കൊടുക്കുന്നത്, കാര്യക്ഷമതയ്ക്കാണ് പ്രൊമോഷൻ കൊടുക്കുന്നത്. അതല്ലാതെ 5 വർഷം ഞാൻ ഈ കസേരയിൽ ഇരുന്നു പോയി എന്നതുകൊണ്ട് എനിക്കൊരു പ്രൊമോഷൻ, ആ പ്രൊമോഷൻ പോസ്റ്റുകൾ സൃഷ്ടിക്കുന്നു, അല്ലാതെ പ്രൊമോഷൻ പോസ്റ്റ് ഉണ്ടായിട്ടില്ല. പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി പോസ്റ്റുകൾ സൃഷ്ടിക്കുന്നു. അത് മാത്രവുമാണോ? അതുപോലെ ശമ്പള പരിഷ്കരണം, എല്ലാ 5 വർഷവും ശമ്പള പരിഷ്കരണം നടത്തുന്നു. അതല്ലാതെ അർഹത കൊണ്ടല്ല ശമ്പളം പരിഷ്കരിക്കുന്നത്. അങ്ങനെ പോകുന്ന ഒരു രാജ്യത്തിന് ധനപ്രതിസന്ധി കൂടപ്പിറപ്പായിരിക്കും എന്നതിൻ്റെ തെളിവാണ് കേരളം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ജീവനക്കാരെ ബോധ്യപ്പെടുത്തണം. അവർക്ക് PSC വഴി അപ്പോയിൻമെന്റ് കൊടുക്കുമ്പോൾ തന്നെ എഴുതി വാങ്ങണം, ചില ഗവൺമെന്റ് നിയമങ്ങളൊക്കെ പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന്. ഇഷ്ടമുണ്ടെങ്കിൽ സർവീസിലേക്ക് വന്നാൽ മതി, ഇഷ്ടമില്ലാത്ത ഒരു സർവീസിൽ നിന്ന് പൊക്കോട്ടെ. ഇപ്പൊ എയ്ഡഡ് സെക്ടറും ഗവൺമെന്റ് സെക്ടറും ഇതുപോലെ കളിക്കുന്നത്, ഇതുപോലെ കളിപ്പിക്കുന്നത്, പാവ കളിപ്പിക്കുക ഗവൺമെന്റുകളെ. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാവ ചാടുന്നു, ഓടുന്നു, അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഗവൺമെന്റുകൾ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വന്നാൽ മാത്രമേ ഈ സ്പെഷ്യൽ പാക്കേജ് ആവശ്യപ്പെടല്. എന്നിട്ട് പറയാണ് ബഹുമാനപ്പെട്ട ബാലഗോപാൽ, ഇതൊന്നും അല്ല പറയുന്നത്, ഇനി 3%. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഈ 3% കടമെടുപ്പ് എന്ന് മാൻഡേറ്റ് ചെയ്തത് എന്താ പറയുക, ശമ്പള പരിഷ്കരണം വരുത്തി വെച്ച ധനപ്രതിസന്ധിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി, സംസ്ഥാനങ്ങളെയും കേന്ദ്രത്തെയും രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് FRBM നിയമം. ആ നിയമമാണ് 3% ഒതുക്കണം കടം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നമ്മുടെ ധനമന്ത്രി 3.5% വർദ്ധിപ്പിച്ചു കൊടുക്കണം നിരുപാധികം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട മലയാളികളെ, നമ്മൾ ആരും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് കുട പിടിക്കേണ്ട കാര്യമില്ല ഇക്കാര്യത്തിൽ. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ടുള്ള പ്രതിസന്ധിക്ക് കാരണം കേരളത്തിലെ ഇങ്ങനെ ചില അനാവശ്യ ചെലവുകളാണ്. ഈ 5 വർഷ ശമ്പള പരിഷ്കരണം ഇഷ്ടം പോലെ സ്വജനങ്ങളെ, അതായത് ഇഷ്ടപ്പെട്ടവരെ പ്രത്യേകം റിക്രൂട്ട് ചെയ്യുക. അതിനാണല്ലോ നമ്മൾ പിൻവാതിൽ നിയമനം എന്ന് പറയുന്നത്. അങ്ങനെ നിയമനം നടത്തുക, അങ്ങനെ നിയമനം നടത്താൻ വേണ്ടി പുതിയ പോസ്റ്റുകൾ സൃഷ്ടിക്കുക. ഉദാഹരണത്തിന് വെൽഫെയർ ബോർഡ്സ്, ഒരു വെൽഫെയർ ബോർഡ് പോരെ എല്ലാ കാര്യങ്ങളുടെയും വെൽഫെയർ നോക്കാൻ? ഉദാഹരണത്തിന് ഒരു ഗവൺമെന്റ് അല്ലേ ഈ സംസ്ഥാനത്തെ ഭരിക്കുന്നത്? അതുപോലെ ഒരു വെൽഫെയർ ബോർഡ് പോരെ ഈ സംസ്ഥാനത്തിലെ എല്ലാത്തരം കശുവണ്ടി തൊഴിലാളിയാകട്ടെ, തെങ്ങ് കയറ്റ തൊഴിലാളിയാകട്ടെ, അതുമല്ലെങ്കിലും കൺസ്യൂമർ ഏതുമാകട്ടെ, അതിന് 41 ക്ഷേമ ബോർഡുകൾ, വെൽഫെയർ ബോർഡുകളാണ് കേരളത്തിലുള്ളത്. അതിനൊക്കെ ചെയർമാൻമാര്, അവർക്കൊക്കെ വലിയ മുന്തിയ വിലയുള്ള കാറുകൾ, അങ്ങനെ ഉള്ള എല്ലാ സൗകര്യങ്ങളും, സ്റ്റാഫും ബിൽഡിങ്സും എല്ലാ സൗകര്യങ്ങളും അവർക്കെല്ലാം കൊടുക്കുകയാണ്. ഇതൊക്കെ നികുതി പണം എടുത്താണ് എന്ന ഒരു എളിയ ചിന്ത അത് ഗവൺമെന്റിന് വേണം. അതില്ലാത്തത് കൊണ്ടാണ് ഇതുപോലെയുള്ള ബോർഡുകൾ കൂണുപോലെ മുളയ്ക്കുന്നത്, അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ചെലവുകൾ വരുന്നത്. അങ്ങനെ വന്ന ചെലവുകളൊക്കെ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ, നികുതി കൊടുക്കുന്ന ജനങ്ങളുടെ തലയിലേക്കാണ് വരുന്നത് എന്ന കാര്യം ഗവൺമെന്റ് മറക്കരുത്. എന്നിട്ട് വേണം ഈ 3.5% കടമെടുക്കല്, അതുപോലെ തന്നെ മറ്റ് ചെലവുകൾ ഒക്കെ ചോദിക്കാനായിട്ട്.
അതുപോലെ ചോദിച്ചിരിക്കുന്ന വിഴിഞ്ഞം പദ്ധതിയുടെ 1-ാം ഘട്ടം പൂർത്തിയാകുന്നതിന് മുൻപേ പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾക്കുള്ള പൈസയാണ് ഇപ്പോഴും 5000 കോടി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും അവഗണന, ഈ പറയപ്പെട്ട ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ഭൗതിക അടിസ്ഥാന സൗകര്യ സൃഷ്ടിയിലുള്ള നിസ്സംഗത വളരെ വ്യക്തമാണ്. അതായത് അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, അവർക്കിപ്പോഴും കിടപ്പാടമില്ല, അവർക്ക് തൊഴിലില്ല, അവരങ്ങനെ കണ്ണീരിൽ കഴിയുകയാണ്. അത് മാത്രമാണ് പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ സ്മാർട്ട് സിറ്റി തിരുവനന്തപുരവും കേരളവും ഇന്ത്യയും ഒക്കെ വലിയ തോതിൽ വികസിക്കുമെന്ന് കരുതി. പക്ഷേ ആ വികസനത്തിന്റെ ഒരു തരി പോലും തിരുവനന്തപുരത്തിന് ഏറ്റെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അപ്രോച്ച് റോഡ് പോലെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോഴും കടലാസിൽ തന്നെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പൊ അതിനുവേണ്ടി ചോദിച്ചിരിക്കുന്ന 5000 കോടി ഈ കഴിഞ്ഞ ജൂണിലെ ബജറ്റിലും ഇതേ 5000 കോടി തന്നെ ചോദിച്ചിരുന്നു. ആ 5000 കോടി കേന്ദ്രം കൊടുക്കേണ്ടതാണ്. കൊടുത്തില്ലെങ്കിൽ ചോദിച്ചു വാങ്ങാൻ ഇവിടെ നിന്നുള്ള മന്ത്രിമാർക്ക് കഴിയണം. മന്ത്രിമാർക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഇവിടെ പറയുന്നില്ല. അത് ജനങ്ങളും തീരുമാനിക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങളല്ലല്ലോ മന്ത്രിമാരെ നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്രത്തിന് അത് സന്തോഷമായിരിക്കും. കാരണം കേരളം കേന്ദ്രത്തിന്റെ വഴിയേ പോകാത്തത് കൊണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ വന്യമൃഗ സംരക്ഷണത്തിന് വേണ്ടി 1000 കോടി മാറ്റിവെക്കും. മനുഷ്യ സംഘർഷം, കേരളത്തിന് മനുഷ്യ സംഘർഷമുള്ള മേഖലകൾ ധാരാളമാണ്. 1-2 സംസ്ഥാനം ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളുടെയും അതിരുകളിലൊക്കെ വലിയ തരത്തില് റിസർവ് വനങ്ങളാണ് ഉള്ളത്. എത്രയെത്ര വന്യമൃഗ മനുഷ്യ സംഘർഷ സങ്കടകരമായ കഥകളാണ് നാം കേൾക്കുന്നത് വയനാട് ജില്ലയിൽ നിന്ന് തന്നെ. അതുപോലെ ഇടുക്കി, അങ്ങനെ ഒട്ടുമിക്ക ജില്ലകൾക്കും ഇത്തരം ദാരുണമായ സംഭവങ്ങൾ പാലക്കാടും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം കാണാനായിട്ട് 1000 കോടി കേന്ദ്രത്തോട് ചോദിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ട് വന്യമൃഗ മനുഷ്യ സംഘർഷ മേഖലകളിൽ ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് സർക്കാരെ. പല പ്രാവശ്യം ഞാൻ തന്നെ ഇത് CAG-യോട് പോലും പറഞ്ഞിട്ടുള്ളതാണ്. എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതായത് 90 രൂപ കേന്ദ്രം നൽകുമ്പോൾ 10 രൂപ സംസ്ഥാനം നൽകിയാൽ മതി തൊഴിലുറപ്പ് പദ്ധതിയിൽ. തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള വകയിരുത്തല് കേന്ദ്രം കുറച്ചു കൊണ്ടുവരിക. കാരണം UPA ഗവൺമെന്റിന്റെ കാലത്ത് 2005 കൊണ്ടുവന്ന പദ്ധതിയാണിത്. അത് കഴിഞ്ഞതിന്റെ അങ്ങേ ബജറ്റിൽ 86,000 കോടിയായിരുന്നു. ആ 86,000 കോടി എങ്ങും എത്തിയില്ല. 1,05,000 കോടി ചെലവഴിക്കേണ്ടി വന്നു. ഇക്കഴിഞ്ഞ ബജറ്റിലും 86,000 കോടിയാണ്. അത് പക്ഷെ ജൂൺ മുതൽ മാർച്ച് വരെ ഉള്ളൂ വർഷം എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് നിൽക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അത് കൂട്ടിത്തരേണ്ടത്, അതായത് തൊഴിലുറപ്പ് പദ്ധതിക്ക് 86,000 കോടി എന്നുള്ളത് 1,50,000 കോടിയാക്കി കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിക്കേണ്ടതാണ്. കാരണം തൊഴിലില്ലായ്മ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ എത്ര 82% മുകളിലാണ് അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ. അപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഏകദേശം തൊഴിൽ കൊടുക്കലാണ്. അല്ലാണ്ട് തൊഴിലില്ലായ്മ വേതനം കേരളം കൊടുക്കുന്ന പോലെ തൊഴിലില്ലായ്മ വേതനം കൊടുക്കലല്ല, തൊഴിൽ കൊടുക്കുക, അതോടൊപ്പം കൂലി കൊടുക്കുക. അത് മാന്യമായ പദ്ധതിയാണ്. ആ മാന്യമായ പദ്ധതിയെ മാന്യമായി പ്രയോജനപ്പെടുത്തുക, അതാണ് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം. അത് കേരളത്തിൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. വഴിയിലെ പുല്ല് വെട്ടുക, തോട്ടമുള്ളവരുടെ തോട്ടത്തിലെ കളപറിക്കുക, ഇതൊക്കെയാണ് പണക്കാരുടെ തോട്ടത്തിന്റെ പരിപാലനമാണ് ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ട് കേരളത്തിൽ ചെയ്യുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലും അങ്ങനെയൊക്കെയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഉപയോഗിച്ച് ആന കടക്കാത്ത ട്രഞ്ചുകൾ, വെറും ട്രഞ്ചുകളല്ല, കോൺക്രീറ്റ് ട്രഞ്ചുകൾ, ആന ചവിട്ടിയാലും മനുഷ്യർ ചവിട്ടിയാലും പോകാത്തത്ര വളരെ ശക്തമായ കോൺക്രീറ്റ് ട്രഞ്ചുകൾ നിർമ്മിക്കുക. അതുപോലെ തന്നെ വലിയ കോൺക്രീറ്റ് മതിലുകൾ, കരടി, പുലി ഒന്നും ചാടിക്കടന്നു വരില്ലാത്ത തരത്തിലുള്ള, അതുപോലെ തന്നെ കാട്ടുപോത്ത്, കാട്ടുപന്നി ഇവയൊന്നും ചാടിക്കടന്ന് വരാത്ത തരത്തിൽ പൊക്കത്തിലുള്ള വേലി എന്നത്തെ നല്ല ശക്തമായ വേലി, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലതാണ് കോൺക്രീറ്റ് മതില്. അതിന് ഗുണ്ടൽപേട്ട് മോഡൽ, അതായത് കർണാടകത്തിന്റെ അതിർത്തിയിൽ അവരുടെ ജനവാസ മേഖലയിലേക്ക് ഈ മൃഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു മതിലാണ് ഗുണ്ടൽപേട്ട് മോഡൽ എന്ന് ഞാൻ പറയുന്നത്. അതൊക്കെ നോക്കിക്കണ്ട് അങ്ങനത്തെ മതിൽ സൃഷ്ടിക്കുക. അതുമാത്രം പോരാ,
ഇവിടേക്ക് മതിലും തകർത്ത് വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? വനപ്രദേശത്തെ വനപ്രദേശമാക്കി മാറ്റണം. വനങ്ങളെല്ലാം തെളിഞ്ഞു പോയി, മനുഷ്യർ കയ്യേറി അതിനകത്തുള്ളതെല്ലാം വെട്ടിയും തെളിച്ചും എടുത്തും ആനയ്ക്ക് ജീവിക്കാനുള്ള യാതൊരു സാധ്യതകളും വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയായി. അതുകൊണ്ട് എന്താ വേണ്ടത്? അവർക്ക് അവിടെ ഹാർവെസ്റ്റിങ്ങിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി അവയ്ക്ക് വന്ന് ജലം പാനം ചെയ്ത് തിരിച്ചു പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ അവയ്ക്ക് തീറ്റിക്കുള്ള സാധനങ്ങൾ, നാട്ടിൽ വന്ന് അവ എന്തൊക്കെയാണോ തിന്നു തീർക്കുന്നത് അതുപോലുള്ള സാധനങ്ങൾ, വാഴ, അതുപോലെ തന്നെ പ്ലാവ്, അങ്ങനെ എന്തെന്ത് മരങ്ങളൊക്കെയാണ് ഇവിടെ കാട്ടുപ്രദേശത്ത് ഈ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തുന്ന മേഖലകളിലൊക്കെ. അതായത് വനത്തിന്റെ ഒരു പുനഃസൃഷ്ടി നടത്തി കഴിഞ്ഞാൽ 50 കൊല്ലം മുൻപ് എങ്ങനെയായിരുന്നോ നമ്മുടെ വനഭൂമികൾ, അതുപോലെ ഒരു പുനഃസൃഷ്ടി വീണ്ടും നടത്താൻ കഴിയുകയാണെങ്കിൽ പരിസ്ഥിതിയും മെച്ചപ്പെടും. പരിസ്ഥിതിക്ക് വേണ്ടി നമ്മുടെ മന്ത്രി പ്രത്യേക പാക്കേജ് ചോദിച്ചിട്ടുണ്ട്. പരിസ്ഥിതിയും തന്നെത്താനെ മെച്ചപ്പെട്ടുകൊള്ളും, വന്യമൃഗ മനുഷ്യ സംഘർഷവും ഇല്ലാതെയാകും. അതിന് പ്രത്യേക പാക്കേജിന് പോകാതെ തൊഴിലുറപ്പ് പദ്ധതിക്ക് കിട്ടുന്ന ഫണ്ട് തന്നെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഈ പരിദേവനത്തിന്റെ ആവശ്യം വരില്ല എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പൊ അങ്ങനെ പിന്നെ നമ്മൾ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സിൽവർ ലൈനൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി ഉള്ള ചെലവ്, അതിനുവേണ്ടിയുള്ള പണം, പിന്നെ അതുപോലെ അങ്കമാലി ശബരി റെയിൽ തീർച്ചയായിട്ടും അങ്കമാലി ശബരി റെയിൽ വളരെ നല്ലതാണ്. കാരണം ഇത്രയേറെ ഭക്തർ പോകുന്ന ഒരു മേഖലയിലേക്ക്, സ്ഥിരം ഭക്തജനപ്രവാഹം ഉണ്ടാകുന്ന ഒരു മേഖലയിലേക്ക്, പ്രത്യേകിച്ച് സീസണിൽ ഇങ്ങനെ ഒരു റെയിൽ വരേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെയാണ് തലശ്ശേരി മൈസൂർ. അത് പക്ഷേ പാരിസ്ഥിതികമായി എന്താഘാതമുണ്ടാക്കും? മല തുരന്ന് ഒരു റെയിൽ ലൈൻ സൃഷ്ടിക്കുന്നത് ചൂരൽമല, മുണ്ടക്കൈ ഒക്കെ നമുക്ക് തന്ന ലെസൺസുമായിട്ട് താരതമ്യം ചെയ്തു നോക്കിയിട്ട് മാത്രം ചെയ്യേണ്ടതാണ് ആ പ്രക്രിയ. എനിഹാവും ഇങ്ങനെയൊക്കെ ഗവൺമെന്റ് ചോദിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു മാന്യ പാക്കേജ്. ഈ മാന്യ പാക്കേജ് എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിന് മാത്രമായിട്ട് ഇവിടെ നിന്നാണ് ഒരു മാന്യം ഉണ്ടായത്. എങ്ങനെയാണ് ഒരു മാന്യം ഉണ്ടായത്? അവനവന്റെ കയ്യിലിരിപ്പ്, അതായത് വിഭവ സമാഹരണം ശരിയാകുന്നില്ല. സമാഹരിക്കുന്ന വിഭവങ്ങൾ വകമാറ്റി ചെലവഴിക്കുന്നു. ഇതൊക്കെ CAG ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കരവിരുത് കാണിക്കുന്ന ഗവൺമെന്റ്, അതായത് സ്വേച്ഛ കാര്യങ്ങളൊക്കെ മറവെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ്. ആ ഗവൺമെന്റ് എങ്ങനെ മാന്യത്തിലേക്ക് പോകാതിരിക്കുക? അപ്പൊ ധനപ്രതിസന്ധി മാന്യത്തിലേക്ക് പോയി എന്ന് പറയുന്നത് ഈ ധനപ്രതിസന്ധിയാണ്. ആ ധനപ്രതിസന്ധിയുടെ മൂലകാരണം എന്താണെന്ന് വെച്ചാല് വിഭവ സമാഹരണം ശക്തിയായിട്ട് നടക്കുന്നില്ല, കാര്യക്ഷമതയോടെ നടക്കുന്നില്ല. അതിൻ്റെ കാരണം നോക്കി പോകുമ്പോഴാണ് കേരളീയം പോലെ, നവകേരള സദസ്സ് പോലെ എല്ലാത്തിനും ഗവൺമെന്റ് സ്പോൺസേഴ്സിനെ കണ്ടെത്തുന്നു. ഈ സ്പോൺസേഴ്സാണ് നികുതിയൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ സ്പോൺസേഴ്സ് നോ 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 എന്ന് പറഞ്ഞ് മുഖം തിരിക്കും. അതായത് സ്പോൺസർഷിപ്പ് എടുത്തില്ലേ കോടികളുടെ, ഇനി എന്ത് നികുതി എന്ന മട്ടില്. അതൊരു പരസ്പര ധാരണയല്ലേ ഗവൺമെന്റ്? അപ്പൊ പിന്നെ സ്പോൺസർഷിപ്പ് വാങ്ങിച്ചവരോട് നികുതി തരാൻ പറയാൻ പറ്റുമോ? നികുതി കൂട്ടാൻ പറ്റുമോ? അതുകൊണ്ടൊക്കെയാണ് മദ്യത്തിനൊക്കെ നികുതി കൂട്ടുന്നത്. കാരണം എന്താണ്? മദ്യം കുടിക്കുന്നത് ഈ ഇതെടുത്തവരായിരിക്കത്തില്ല, സ്പോൺസർഷിപ്പ് എടുത്തവരായിരിക്കത്തില്ല. അതുകൊണ്ട് അവരോട് മേടിക്കാം. മറിച്ച് ക്വാറി മാഫിയ അവരിഷ്ടം പോലെ സ്പോൺസർഷിപ്പ് എടുത്തവരാ, അവരെ ഒന്ന് തൊടാമോ? അങ്ങനെയൊക്കെ തൊട്ട്, അതായത് കേരളത്തിൽ നിന്ന് വെട്ടിക്കടത്തിക്കൊണ്ടുപോകുന്ന കല്ല് കൃത്യമായി അതിൻ്റെ അളവനുസരിച്ച് റോയൽറ്റി വാങ്ങിയിരുന്നെങ്കിൽ അത് മാത്രം മതിയാകാമായിരുന്നു കേരളത്തിൻ്റെ മാന്യം മറികടക്കാൻ. അത് ശ്രീ ബാലഗോപാൽ വിചാരിച്ചാൽ നടക്കുമെങ്കിൽ മിടുക്കൻ എന്ന് തന്നെ നമുക്ക് മാർക്കിടേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യാതെ ഈ തരത്തില് പാക്കേജ് ചോദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അപ്പോൾ ഈ പാക്കേജ് ചോദിച്ച് കേരളം എപ്പോഴും കൈകൂപ്പി നിൽക്കണം കേന്ദ്രത്തിന്റെ മുൻപിൽ, പക്ഷെ കിട്ടുകയുമില്ലാത്ത ഒരവസ്ഥയാണ്. എന്തായാലും നമുക്ക് ബജറ്റ് വരെ കാത്തിരിക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി സന്തുഷ്ടനായി കാണുമോ എന്നറിയാൻ അപ്പോഴേ തരമുള്ളൂ.